എന്തിനാണ് ഇതൊക്കെ ചിത്രീകരിക്കുന്നത്? പിന്നെ ലോകത്തിലെ ആദ്യത്തെ പ്രസവമാണല്ലോ, വേറെ ആരും പ്രസവിച്ചിട്ടില്ലല്ലോ. ഇത്തരം മലവാണങ്ങൾ തന്നെയാണ് പ്രായഭേദമന്യേ മാതാപിതാക്കളെ അനുസരിക്കാതെ തന്നിഷ്ടക്കാരികളായി തോന്നിയ പോലെ ജീവിച്ച് ചാവുന്നതിൽ 98%. അത് കഴിഞ്ഞ് പ്രസവിക്കുന്നത് ഫോട്ടോ. ഈ പെണ്ണുങ്ങൾക്ക് നാണവും മാനവും ഒന്നും ഇല്ലേ? പെണ്ണുങ്ങൾ വയറും പിരിപ്പിച്ച് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുന്നത് കാണുന്നവർക്ക് അത്ര സുഖമെന്നുള്ള കാര്യമൊന്നും അല്ല. ഇവർക്ക് കാണിക്കണമെങ്കിൽ അത്ര നിർബന്ധമുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കുക. നാട്ടുകാരെ കാണിക്കുന്ന എന്തിന്? എന്നാൽ പിന്നെ നിറയ്ക്കാനുള്ള അതും കൂടെ കാണിച്ചു കൊടുക്കുക. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ പൈസയുടെ കൊഴുപ്പ് കൊണ്ട് കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ ഗർഭിണികളായിട്ട് പോയിട്ട് മറ്റേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പിന്നെ വീഡിയോ എടുക്കുന്നു, അവരെ മറ്റേ പ്രസവിക്കുന്ന വീഡിയോ എടുക്കുന്നു, എന്നിട്ട് അതിനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കാണിക്കുന്നു. ഗർഭത്തിൻ്റെ കാലത്തിൻ്റെ അന്ന് മുതൽ തുടങ്ങുന്നു വീഡിയോ എടുപ്പ്. ഭർത്താവും ഭാര്യയും കൂടി ഷൂട്ട് ചെയ്യുന്നു, വയറ് ഷൂട്ട് ചെയ്യുന്നു, വയറിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് 3 ഷൂട്ട് ചെയ്യുന്നു, 3 എന്നൊക്കെ പറയുന്നു. എന്തൊക്കെ പുതിയ പേരുകൾ, ഇക്കാലത്തൊന്നും ഇല്ലാത്തൊരു സംഭവങ്ങൾ. പിന്നെ നോർമൽ ഡെലിവറി ഒക്കെ ഇവക്കൊന്നും ഒന്നും പറ്റുന്നില്ല. പിന്നെ ഇവളുമാർ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചിരി വരുന്നുണ്ടല്ലേ. സോ ആക്ച്വലി ഇത് ഞാൻ പറയുന്നതല്ല. കാരണം വീണ മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആങ്കർ, പുള്ളിക്കാരത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു, അറിയാമായിരിക്കണമല്ലോ. അപ്പം വീണ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തിയുടെ കുറച്ച് ദിവസമായി, 4 ദിവസമായി അവരുടെ ഡെലിവറി കഴിഞ്ഞു. ആദ്യം തന്നെ വളരെ ഹൃദയത്തിൽ നിന്നും ഒരു കൺഗ്രാറ്റ്സ്. ഒരു അമ്മയായി അമ്മയ്ക്കും കുഞ്ഞിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ അച്ഛനും സന്തോഷമായിട്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്നതിനകത്ത് ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഇത് വരട്ടെ, നല്ലത് വരട്ടെ. ഓക്കെ, നല്ലൊരു പ്രസവം ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എനിക്ക് 2 കുട്ടികളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഒരു പ്രസവം നടക്കുന്ന സമയത്തുണ്ടായിരുന്ന പെയിൻ, ടെൻഷൻ, വിഷമം, അതിൻ്റെ എല്ലാ സംഭവങ്ങളിലൂടെ കയറി ഇറങ്ങിപ്പോയുള്ള ഒരാളാണ് ഞാൻ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം ഈ വിമർശനങ്ങൾ ഇതിൻ്റെ പുറകെ വരുന്നത് സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ വരട്ടെ എന്ന് തന്നെ ഞാനും പറയുള്ളൂ. വിമർശനങ്ങൾ വരട്ടെ. വിമർശനങ്ങൾ പുതിയൊരു ചിന്തയ്ക്കും ചർച്ചയ്ക്കും വഴിവെക്കുമല്ലോ. അങ്ങനെ ആ ഒരു സംഭവം വരുന്നു. അപ്പം ഈ വീണ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നുള്ള കാര്യം നിങ്ങൾക്ക് വഴിയെ ഞാൻ കാണിച്ചു തരാം. പിന്നെ വളരെ മ്ലേച്ഛവും മോശവുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാനത് പിന്നാലെ കാണിക്കാം. ആദ്യം ഇത് കാണാം. വിഷ്വൽസ് ഒക്കെ പിന്നെ ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടതുകൊണ്ട് ഒരു കാര്യം ഇവിടെ പറയാണ്. എന്തിനാണ് ഇതൊക്കെ ചിത്രീകരിക്കുന്നത്? പിന്നെ ലോകത്തിലെ ആദ്യത്തെ പ്രസവമാണല്ലോ, വേറെ ആരും പ്രസവിച്ചിട്ടില്ലല്ലോ. അതെ, ഞാൻ ഉൾപ്പെടുന്ന ലോകത്തിലെ എൻ്റെ ആദ്യത്തെ പ്രസവമാണ്. ഞാൻ ഇതിനു മുൻപ് പ്രസവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ 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 വലിയ കാര്യമാണ്. ആക്ച്വലി നിങ്ങളും ഞാനും നമുക്ക് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു തരത്തിലും ദിശ പോലും അറിയാത്ത എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു യാത്രയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളൊരു ഏറ്റവും ഒരുമാതിരിയെങ്കിലും നമുക്കൊരു ചെറിയൊരു ഉള്ളിലൊരു വിങ്ങൽ തോന്നിയ ഒരു വാർത്തയായിരുന്നു. നമ്മുടെ സന്തോഷ് വർക്കി, അദ്ദേഹത്തിന് എന്താണ് മൾട്ടിപ്പിൾ മലയമയോ എന്തോ ഒരു സംഭവം എന്ന് വെച്ചാൽ ക്യാൻസറാണ് അദ്ദേഹത്തിൻ്റെ ടേം എനിക്ക് കറക്റ്റായിട്ട് വായിൽ വന്ന് മറന്നു. സോ അറിയുന്നൊരു കമൻറ്റ് കേട്ടോ. അപ്പോൾ ആ ഒരു മെലോമ അല്ലേ, മൾട്ടിപ്പിൾ മെലോമയോ അങ്ങനെ എന്തോ ആണ്. അപ്പം ഈ അവസ്ഥ, അദ്ദേഹത്തിന് ക്യാൻസർ എന്നുള്ളൊരു മാരക രോഗം വന്നു, ഇനി കുറച്ച് നാളുകൂടെ മാത്രമേ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ, എനിക്കും അധികം ജീവനോട് ജീവിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലെന്ന് പുള്ളി പറയുന്ന ഒരു വാക്ക് കേട്ടിട്ട് റിയലി ഷോക്ക്ഡാണ് ഞാൻ. അപ്പം ആലോചിച്ച് നോക്കുക, ഓരോ മനുഷ്യൻ്റെയും അധ്യായം എവിടെ തീരുന്നു അത് ആർക്കും അറിയില്ല. നമ്മുടെ ലൈഫിൻ്റെ ഓരോ നിമിഷങ്ങളും നമുക്കിവിടെ കിട്ടുന്ന പ്രസൻറ്റ് ടൈം എന്നുള്ള സാധനം വളരെ പ്രഷ്യസാണ്. അതൊരിക്കലും ഒന്നിനും മറ്റൊരു നിമിഷമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ വീഡിയോ ആക്കിയിട്ടോ ഫോട്ടോ ആക്കിയിട്ടോ നമ്മളൊരു യാത്ര പോകുന്നു, വിനോദയാത്ര പോകുന്നു, ഒരു ഊട്ടി, കൊടൈക്കനാൽ, മറിച്ചെടുത്ത് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് അവിടുത്തെ ഫോട്ടോസ് എടുക്കുന്നത്? പിൽക്കാലത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നും നമ്മുടെ എൻ്റെ ഈ നാടും ഈ പ്രദേശമൊക്കെ പണ്ട് കാലത്ത് ചുറ്റുപാടും നിറയെ വയലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം അതൊന്നുമില്ല. എല്ലാം മറ്റുള്ള സംഭവങ്ങളൊക്കെ ആയി മാറി, കാർഷിക പരിപാടികളിൽ നിന്നൊക്കെ മാറി എല്ലാം വീടുകളെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ നിറയുന്നു. ആരെയും കുറ്റമല്ല, സമൂഹത്തിൻ്റെ ഒരു മാറ്റമാണ്. അപ്പം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന എങ്ങനെയാണ്? പണ്ടത്തെ കുറേ അധികം വീഡിയോസ് ഉണ്ട്. പണ്ടത്തെ നീളമുള്ള ക്യാമറയിലൊക്കെ പിടിച്ച ആ ഒരു വിഷ്വൽസൊക്കെ പല കല്യാണത്തിൻ്റെയൊക്കെ സംഭവങ്ങൾ കാണുമ്പോൾ, പണ്ടത്തെ കല്യാണങ്ങൾ കാണുമ്പോഴാണ് ഇത് കാണുന്നത്. ഇന്നത്തെ മാറ്റം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവർ സൂക്ഷിച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന വീഡിയോ, ഇപ്പം നമ്മൾ ദിയാ കൃഷ്ണയുടെ പ്രഗ്നൻസി വീഡിയോ ആയിരുന്നു റീസെൻ്റ്ലി ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് വന്നത്. അതിനും ആ കുട്ടി കുറേയധികം അപവാദ പ്രചരണങ്ങൾ, കുറേയധികം ആൾക്കാരുടെ വായിരിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ ചെയ്യുന്നത്? അവർക്ക് പണത്തിൻ്റെ കുഴപ്പമാണ്, അവർക്ക് ഭയങ്കര ഹുങ്കാണ്. അങ്ങനെയൊന്നും അല്ല.
തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മൊമെൻറ്റിനെ പകർത്തി, അതിലൂടെ വേദനയായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് പകർത്തി വെച്ച് നാളെ ആ ഒരു സാധനം അത് കാണുമ്പോൾ അവർക്ക് ആ ഒരു നിമിഷത്തിനെ വീണ്ടും ഓർക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ പക്ഷേ ഓക്കെ അത് അവരുടെ ഇഷ്ടം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ നമ്മൾ അനുവദിക്കുക, അതിനോട് നമ്മൾ കടന്നു കയറി അതിനോട്ട് അതങ്ങനെ പാടില്ല, എടുക്കാൻ പാടില്ല ഒക്കെ എന്ന് പറയാൻ പാടില്ല എന്നുള്ള സംഭവമാണ്. ഇതിൻ്റെ ഇടയിൽ തുടക്കത്തിൽ തന്നെ പുള്ളിക്കാരത്തി പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ സുഖപ്രസവം ഉണ്ടെങ്കിൽ മറ്റേ ശരിക്കും ഒരു അമ്മയാവുള്ളൂ. നിങ്ങൾ കാണുന്ന സ്ത്രീകളൊന്ന് കമൻറ്റ് ചെയ്യണേ, ആ സുഖപ്രസവമായാൽ മാത്രമേ ഒരു സ്ത്രീ അമ്മയാവുള്ളൂ, അതോ ഈ സി സെക്ഷൻ ഉണ്ട് മറ്റുള്ള എന്തൊക്കെയോ സംവിധാനങ്ങളൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. സോ എൻ്റെ അവിടെ ആണെങ്കിലും ഒരു നോർമൽ ഡെലിവറി, ഒന്ന് നമ്മുടെ ഈ സിസേറിയൻ ആയിരുന്നു. അപ്പം രണ്ട് തരത്തിലേക്കാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ഡെലിവറി നടക്കുന്ന സമയത്ത് ഇച്ചിരി കോംപ്ലിക്കേഷൻസ് മറ്റുള്ള കാര്യങ്ങൾ വരുന്നത് പോലത്തെ ലാസ്റ്റ് സമയം സ്റ്റേജിലെത്തിയിട്ടാണ് നമ്മുടെ ഈ സിസേറിയനിലേക്ക് പോകുന്നത്. നേരത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പം അതിനകത്ത് കയറി ഡോക്ടർ എന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഈ ഒരു സംഭവങ്ങൾ. അത് കണ്ട സത്യം പറഞ്ഞാൽ ഇപ്പം ഹസ്ബൻഡുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം തന്നെയാണ്, ഈ കാലഘട്ടത്തിലൊരു മാറ്റം. കാരണം ഈ ഭാര്യയുടെ പെയിൻ, ആ കുഞ്ഞിനെ ചുമന്ന് 8-9 മാസം കുഞ്ഞിനെ ചുമന്ന് കൊണ്ട് നടന്നിട്ട് അത് ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ആ സമയത്ത് അനുഭവിക്കുന്ന പെയിൻ, അത് എന്തൊക്കെ കഷ്ടപ്പാടിലൂടെയാണ് ആ സ്ത്രീ ആ സമയങ്ങളിൽ കടന്നു പോകുന്നുള്ള കാര്യം അത് ഐ വിറ്റ്നസ് ആയിട്ട് ഒരു ഭർത്താവൊക്കെ കണ്ടിരിക്കണം. വിദേശത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്, എനിക്ക് നേരിട്ടറിയില്ല എങ്കിലും അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഉറപ്പായിട്ടും ഹസ്ബൻഡിനെ ആ റൂമിലേക്ക് എത്തിക്കുന്നു. കാരണം അങ്ങനെ വേണം. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആ ഒരു ജീവി, നമ്മളിപ്പോൾ എന്താ പറയുക, ഈ നമ്മൾ ഇപ്പോഴും സ്ത്രീകളെ പൂർണ്ണമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഈ മറ്റേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വലിയ വർത്തമാനം അങ്ങനെയൊന്നുമല്ല. സ്ത്രീയും പുരുഷനൊക്കെ തുല്യരൊക്കെ തന്നെയാണ്. എങ്കിലും അവരുടെ ആ ഒരു പെയിൻ നമുക്ക് ആണുങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അവർക്ക് തന്നെ അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ സമയത്ത് നമ്മൾ പോകണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എടുത്ത് വച്ചേക്കുന്ന കാര്യം പ്രചരിപ്പിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അത് അവരുടെ സന്തോഷമെന്ന് മാത്രം കണ്ടാൽ പോരെ. നമ്മളെന്തല്ല നമ്മുടെ സന്തോഷത്തിന് കാണുന്നു, നമ്മുടെ സന്തോഷത്തിന് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിനനുവദിക്കുക, അത്രയേ ഉള്ളൂ. കേൾക്കാം. കാര്യം 2 എന്ന് പറയുന്നത്, എല്ലാവർക്കും ഒരുപക്ഷെ ഇത് നമുക്ക് പിക്ചറൈസ് ചെയ്തെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകണമെന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു അവസരമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത് ചിത്രീകരിക്കണം. ആ അവസ്ഥകളെ കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകാരോട് പ്രത്യേകം ചോദിച്ചെടുത്ത പെർമിഷനാണ് ഇങ്ങനെയുള്ള വിഷ്വൽസ് എടുത്തോട്ടെ എന്നുള്ളത്. അപ്പൊ ആർക്കും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടും ഇത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് കാണിക്കാം എന്നുള്ള ഒരു ചിന്ത കൊണ്ടും കൂടെയാണ് ആ ഒരു വിഷ്വൽ എടുത്തത്. ആരെയും നിർബന്ധിച്ച് കാണിക്കുന്നില്ല. കാണാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ഒരു പെൺകുഞ്ഞുണ്ടായി. സത്യമായിട്ടും പേര് ഇതുവരെ ഇട്ടിട്ടില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ കുട്ടിയാണോ പെണ്ണോ അതൊക്കെ സെക്കൻഡറി, നമുക്കതൊന്നും വിഷയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ പുറത്തേക്ക് വരുമ്പോണ്ടല്ലോ അതൊരു സംഭവമാണ്. അതിങ്ങനെ നമ്മുടെ ഓക്കെ, അത് ആ ഒരു കാത്തിരിപ്പ്, ഒരു നീണ്ട കാത്തിരിപ്പാണ്. ഒരു സമാധി അവസ്ഥയിൽ തന്നെ എന്ന് പറയാം. ആ സമാധിയിൽ നിന്നും അത് പുറത്തേക്ക് വരുന്ന സമയത്ത് അല്ലേ, പൂമ്പാറ്റ ആ സമാധിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അതുവരെ ഉണ്ടാകുന്ന ഭംഗിയെക്കാട്ടിൽ അത് സമാധിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ചിറക് വിരിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഭംഗി നമ്മൾ അതുപോലെ തന്നെയാണ്. ഈ കാത്തിരിപ്പിൻ്റെ വിരാമം ഇട്ടുകൊണ്ടൊരു എന്താണ് ഒരു 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 പൂവ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് പോലത്തെ ഒരു സംഭവം അല്ലേ. ഞാൻ ഭയങ്കരമായിട്ട് ഇതായി പോകുന്നു. എനിവേ, അത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇതിനകത്തൊരു കമൻറ്റ് ഉണ്ടത്, നോർമൽ ഡെലിവറിയിലൂടെ മാത്രമേ അമ്മ എന്ന ഫീൽ കിട്ടൂ എന്ന് പറഞ്ഞ് 100% തെറ്റാണ്. CS അനുഭവിച്ച നിലയിൽ എന്ന് പറയുക. നിങ്ങളങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടോ? നോർമൽ ഡെലിവറി ആയാൽ മാത്രം, സുഖപ്രസവമെങ്കിൽ മാത്രമേ ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം അമ്മയാവുള്ളുന്നുണ്ടോ? ഈ കിറി മുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ മറ്റേ കത്രിക ബ്ലൈഡ് ഈ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് കുട്ടി പുറത്തേക്ക് എടുക്കുന്നത് അത്ര മോശമെന്നാണോ? എന്തുമാത്രം പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങളുണ്ടാവും. പലർക്കും ചില സിസ്റ്റുകൾ, ചില എന്തൊക്കെയൊക്കെ സംഭവങ്ങൾ, ഈ പൊക്കിൾക്കൊടി അവിടെ നിന്ന് എന്തോ ചുറ്റിക്കിടക്കുക, ഇങ്ങനെ പലതും, പിന്നെ ദിശ മാറി കിടക്കുക, ഇത് പലതും ഉണ്ടാവുമല്ലോ. അപ്പം ഇതെല്ലാം ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു ആധികാരികമായിട്ട് കമൻറ്റ് കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഡെലിവറിക്കും അതിന് സ്വാഭാവികമായിട്ടും അതിന് നോർമൽ ഡെലിവറി കിട്ടിയിട്ടില്ല, പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ പിന്നെ ഈ നമ്മുടെ ഈ സിസേറിനോ മറ്റുള്ള ഇതിൽ കൂടെ ജനിക്കുന്ന കുട്ടി ആ കുട്ടി ഈ ഇവരുടെ കുഞ്ഞല്ലെന്നാണോ? എനിവേ, അമ്മ ആവൂല എന്നൊക്കെ പറഞ്ഞ് ഇത് ഏത് കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് ഇത് പറയണമെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ പ്രിയപ്പെട്ടവരെ. ഇനി ഒരല്പം കടുത്ത് പോയൊരു കാര്യമാണ്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് മാത്രം. നിങ്ങളുടെ സമൂഹം പലതാണ്, പല സമൂഹത്തിൻ്റെതാണ്. ഇപ്പം ഒരിടത്ത് കിട്ടുന്ന പോസ്റ്റാണ്, അവതാരിക വീണ മുകുന്ദൻ. അവതാരിക എന്നുള്ളൊരു പദപ്രയോഗം അവതാരക അല്ലേ?
അവതാരക എന്നുള്ളതല്ലേ മലയാളം? അത് അറിയുന്നവരെന്ന് പറയൂ, അത് എൻ്റെ തെറ്റാണോ? അവതാരിക എന്ന് പറയുന്ന സാധനം ഒരു ഒരു പുസ്തകത്തിൻ്റെ അതിൻ്റെയൊക്കെ ആമുഖം എഴുതുന്നതിനല്ലേ അവതാരിക എന്ന് പറയുക? അവതാരകയല്ലേ ശരിക്കുള്ള മലയാളം? ഇനി എൻ്റെ തെറ്റാണ് ഇത് തിരിഞ്ഞു പോയെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് മനസ്സിലാക്കി തരണം പ്ലീസ്. അവതാരിക എന്ന് പറഞ്ഞാൽ മറ്റേ MD വാസുദേവൻ നായർ എഴുതിയ അവതാരിക. അവിടെ ഈ അവതാരിക എന്ന ആങ്കർ എന്നുള്ളത് അവതാരകയല്ലേ? അവതാരക, അവതാരകൻ, അങ്ങനെയല്ലേ? അവതാരിക എന്നാണോ? എനിവേ, സെലിബ്രിറ്റി അഭിമുഖങ്ങളുടെ മലയാളി പ്രേക്ഷക അവതാരകയായി തിളങ്ങി എന്നൊക്കെ പറയുന്നു. ആരും പ്രസവിച്ചില്ല ഇതുവരെ, വലിയ സംഭവം. ഇതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. എന്തിൻ്റെ കുറവ്? അതാ ഞാൻ ചോദിച്ചത്, എന്താ ഇപ്പോൾ പ്രശ്നം? അതാ ഇതിൻ്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നു. പ്രസവ വേദന പോലും അനുഭവിക്കാൻ തയ്യാറില്ലാത്ത ഒരു അവതാരിക, എനിക്ക് വേദന അനുഭവിക്കാൻ വയ്യെന്ന് FB വഴി പറഞ്ഞ അവതാരിക. സിസേറിയം വേണമെന്ന് നമ്മളൊക്കെ എങ്ങനെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ കഷ്ടം. എന്തൊക്കെ വിഷമങ്ങളാണെന്നറിയോ? പ്രസവിച്ചവർക്കില്ലാത്ത വിഷമമാണ് കണ്ടുകൊണ്ടുന്നവർക്കൊക്കെ. അവർ C-സെക്ഷൻ മതി എന്ന് പറഞ്ഞതല്ല, അവർക്ക് ചില കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് 38 വീക്കിൽ C-സെക്ഷൻ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ C-സെക്ഷൻ അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല എന്ന് പറയുന്നു. ശ്രീകുമാരി ഭവാൻ 2 ദിവസം വേദനയും PV എല്ലാം സഹിക്കാൻ പറ്റാതെ സിസേറിയൻ ചോദിച്ചു വാങ്ങിയ ആളാണ് ഞാൻ. എന്നിട്ട് ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ട്. പേര് വേദന ഇല്ലാത്ത പ്രസവമെന്ന്. ഇത്തരം ഈ ഒരു കമൻറ്റ് എന്നെ വല്ലാതെ ഒരുമാതിരി അലോസരപ്പെടുത്തിയൊരു കമൻറ്റ്. ഇങ്ങനെ കഴിയുന്നു സ്ത്രീയെ എന്നാണ്, മാസ് ഡിജിറ്റൽ എന്നാണ്, സ്ത്രീയെന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് 2 കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും കൂടെ കൊടുത്തേക്കുന്നത്. ഇത്തരം മലവാണങ്ങൾ തന്നെയാണ് പ്രായഭേദമന്യേ മാതാപിതാക്കളെ അനുസരിക്കാതെ തന്നിഷ്ടക്കാരികളായി തോന്നിയ പോലെ ജീവിച്ച് ചാവുന്നതിൽ 98%. അല്ലയോ മഹാനുഭാവ, അവരെന്തെങ്കിലും ഈ മറ്റേ ക്രിമിനൽ ഒഫൻസ് വല്ലതും ചെയ്തോ? അവരുടെ ഒരു കുഞ്ഞ് ജനിച്ചു. ഇതൊന്നും കണ്ടിട്ടും നിങ്ങൾക്ക് ആർക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊക്കെ മനോഗതികളാണ്. എന്തെങ്കിലും ഒരാളുടെ നല്ല മൊമെൻറ്റ് കാണുമ്പോഴും ഉണ്ടാകുന്ന ചില ചൊറിച്ചിലുകൾ മാത്രമാണ്. ആലോചിച്ച് നോക്കൂ, മാതാപിതാക്കൾ അനുസരിക്കാതെ തന്നിഷ്ടക്കാരികളായി തോന്നിയ പോലെ ജീവിച്ച് ചാവുന്നതിൽ 98%. ഇത്തരം മലവാണങ്ങൾ തന്നെയാണ്. എന്തൊരു മനസ്ഥിതിയാണടേ. ലോകത്ത് ഇവൾക്ക് മാത്രമേ കുഞ്ഞ് ജനിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വാർത്തെടുക്കുന്നു. ഒന്ന് പോടാ പുല്ലേന്ന്. ചിലക്കാതെ പോടി. കുറേയധികം ആൾക്കാർ സ്റ്റേ ബ്ലസ്ഡ്, കൺഗ്രാജുലേഷൻസ്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം പോസ്റ്റ്മാനെന്ന് ചോദിക്കുന്നു ലത ചേച്ചി. ലത കേരളക്കരയെ കാത്തിരുന്ന വാർത്ത എന്ന് പറയുന്നു. ഇത് ജീവിതത്തിലെ പരീക്ഷയാണ്, അതിൻ്റെ വിജയം അവർ പങ്കുവയ്ക്കുന്നു. അവരുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം. ആ നല്ല മനസ്സുകൾ ഒരു ആശംസ അറിയിക്കുന്നു, അല്ലാത്തവർ നെഗറ്റീവ് പറയുന്നു. ഗോഡ് ബ്ലെസ് യു, കൺഗ്രാജുലേഷൻ. സത്യം, അത്രേ ഉള്ളൂ. നല്ല മനസ്സുകൾ വല്ലതും കുട്ടി ഏറ്റെടുത്ത് കൂടി പറഞ്ഞൂടെ, അല്ലെങ്കിൽ എന്തിന് ഈ പോസ്റ്റ് ഇടുന്നു? ലോകത്തിലെ ആദ്യത്തെ പ്രസവമാണോ ഇപ്പോഴത്തെ ട്രെൻഡ്? ഇതാണ്. ഇതൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചിട്ട് വീട്ടിൽ വെച്ച് കണ്ടാൽ പോരെ. അവളുടെ ഒരു പേറും കോപ്പും ഇന്ത്യയിലെ ആദ്യത്തെ പ്രസവം. കുറച്ച് പുത്തൻ കയ്യിലുണ്ടെങ്കിൽ എന്തായിക്കൂടാ? ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അലയുന്ന തെരുവിൽ കഴിയുന്ന മക്കൾ, അതൊക്കെ കണ്ടാൽ നീയൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്ത് സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് ചെയ്യും. തെരുവിൽ അലയുന്ന കുട്ടികൾക്ക് വേണ്ടി ഈ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? തെരുവിൽ ഒരുപാട് പേര് അലഞ്ഞു തിരിയുന്നുണ്ട്, ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുത്തൻ ഒരു നല്ലൊരു കാർ എടുത്താൽ, ഒരുത്തൻ ഒരു നല്ല വീട് വെച്ചാൽ, ഒരുത്തൻ എന്തെങ്കിലും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുത്തനോ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്താൽ അപ്പം വരും. ഇവിടെ എത്രയോ പേരെന്നറിയാമോ വിഷമിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇവരാരെങ്കിലും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ആരെങ്കിലും കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ? അഥവാ ഈ കമൻ്റ് ഇട്ട് ഇങ്ങനെ ഈ വർത്തമാനം പറയുന്ന ആൾക്കാർ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. ഗർഭിണിയായി ഓരോ മാസം കഴിയുന്തോറും വയറ് പൊന്തുന്നതനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടൽ, അത് കഴിഞ്ഞ് പ്രസവിക്കുന്നത് ഫോട്ടോ. ഈ പെണ്ണുങ്ങൾക്ക് നാണവും മാനവും ഒന്നും ഇല്ലേ? പെണ്ണുങ്ങൾ വയറും പിരിപ്പിച്ച് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുന്നത് കാണുന്നവർക്ക് അത്ര സുഖമെന്നുള്ള കാര്യമൊന്നും അല്ല. ഇവർക്ക് കാണിക്കണമെങ്കിൽ അത്ര നിർബന്ധമുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കുക. നാട്ടുകാരെ കാണിക്കുന്ന എന്തിന്? എന്നാൽ പിന്നെ നിറയ്ക്കാനുള്ള അതും കൂടെ കാണിച്ചു കൊടുക്കുക. അതായിട്ട് ഒഴിവാക്കേണ്ട. ആണുങ്ങളെക്കാൾ തറയായി പെണ്ണുങ്ങൾ. പൊങ്കാലാണെന്നും പറയേണ്ട. സ്ത്രീകളുടെ സ്വകാര്യതയിൽ മാന്യമായ രീതികൾ വേണം. ആരാണത്? ആരിത്? സെലി ലിജോയോ? ഒന്നും പറയാനില്ലടേ, ഞാൻ പറഞ്ഞ കൂടിപ്പോ, അതൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് പൂർണ്ണമായ മാലിന്യ വിമുക്തമല്ല എന്ന് മനസ്സിലാക്കണം. മനോഗതികൾ, ചിന്താഗതികൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിരിച്ചു തള്ളണം. അതിനപ്പുറത്തേക്ക് എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് പറഞ്ഞു പോട്ടെ എന്ന് കരുതണം. അപ്പം ഞാൻ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലുമൊക്കെ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നു,
നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ എടുത്ത് വെക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ ശ്രമിക്കുക. എന്തായിരുന്നാലും കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആദ്യത്തെ സമയത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല, കുഞ്ഞിനെ കുറച്ച് ദിവസത്തേക്ക് പുറത്ത് കാണിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മറ്റത് പാടില്ല, മറിച്ചത് പാടില്ല എന്ന് പറയുന്നൊരു കാലഘട്ടമൊക്കെ മാറി. കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഈ കിടന്ന് കരയുന്ന ആ അമ്മച്ചി അടക്കമുള്ള ആൾക്കാർക്കൊക്കെ അന്നത്തെ സമയങ്ങളിൽ ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഭർത്താവ് ചിലപ്പം അടിയും തൊഴിയും കൊടുത്തിട്ട് അയാൾ വേറെ പാട്ടിനൊക്കെ പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആവാം. മേ ബി അങ്ങനെ കുറ്റപ്പെടുത്തുന്നല്ല, ഇവരുടെയൊക്കെ ഒരു ഗുണം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. സ്വന്തം കാര്യത്തിൽ സ്വയം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തവർക്ക് മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ ചില ഞരമ്പ് രോഗികൾക്കുണ്ടാകുന്നത് പോലത്തെ മറ്റൊരു ഫ്രസ്ട്രേഷനാണ്. ഇത്തരത്തിൽ ചില സന്തോഷ നിമിഷങ്ങൾ ചിലർ പങ്കുവയ്ക്കുമ്പോൾ അത് കാണുന്ന സമയത്തുണ്ടാകുന്ന കുരുപൊട്ടൽ. മനസ്സിലാവുന്നുണ്ടോ? അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്ന കാര്യം ഏറെക്കുറെയൊക്കെ സത്യം തന്നെയാണ്. സോ ഗൈസ്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ദിയാകൃഷ്ണയുടെ വീഡിയോ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ കുറേയധികം ഇതുണ്ടല്ലേ, നമ്മുടെ കുറേയധികം ആൾക്കാരുടെ ഉണ്ട്. അപ്പം അതൊക്കെ ഉണ്ട്. ഇതൊക്കെ അവരുടെ ഏറ്റവും നല്ല പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. അതിനെ എടുത്തു വയ്ക്കുന്ന തെറ്റുണ്ടോ? നിങ്ങളും എടുത്തു വെച്ചോളൂ. കുറ്റം പറയുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ അവരുടെ അടുത്ത തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇതൊക്കെ എടുത്തു വെച്ചേക്കാം. അതിനിപ്പോൾ എന്താ പ്രശ്നം? നിങ്ങളുടെ അഭിപ്രായം എന്താണ് വീണ മുകുന്ദൻ്റെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യം, അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മൊമെൻറ്റ് കണ്ടതിന് വേണമെങ്കിൽ ഒരു അഭിനന്ദനങ്ങളെന്ന് പറയാം. അതല്ലെങ്കിൽ ആ വഴി പോണ്ട, പറയണ്ട, ഒന്നും ചെയ്യണ്ട. അതിനിടയിൽ കുത്തുവാക്കുകൾ കൊണ്ട് നിറച്ച് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ? ഈ ആരോടെങ്കിലൊക്കെ ഉള്ള വെറുപ്പും അതുപോലെ തന്നെ അവരോട് എന്തെങ്കിലും അവരുടെ മുൻകാല അതിനോടുള്ള തൃപ്തിക്കുറവോ അതിനുള്ള ഹെയ്റ്റോ ഒക്കെ ആണെങ്കിൽ അത് ഈ നിമിഷത്തിലല്ല കൊണ്ട് തീർക്കേണ്ടത്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായത്തെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ. ഗൈസ് ബൈ.